അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മറക്കാതെ വോട്ട് ചെയ്യാം. നാളെ രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മറക്കേണ്ട. അപ്പോൾ തിരിച്ചറിയൽ കാർഡുകൾ, വോട്ടർ ID കയ്യിലില്ലെങ്കിൽ എടുക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന് ആര്യ കൃത്യമായി പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വെക്കുക. കൃത്യമായി പോയി വോട്ട് ചെയ്യുക. വോട്ടെന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ശരിയാണ്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് കൃത്യമായി നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക് നമ്മൾ കൃത്യമായി പോകുന്നു. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകണം. അതോടൊപ്പം അതിനുശേഷം സ്ഥാനാർത്ഥികൾ റിപ്പോർട്ടറിൽ തത്സമയം വരാൻ പോവുകയാണ്. ഇത് കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ എന്ന് പറയുക മാത്രമല്ല, ഇത് കംപ്ലീറ്റ് ഇലക്ഷൻ എക്സ്പീരിയൻസ് ഓൺ റിപ്പോർട്ടർ. ആ രീതിയിലായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് സഞ്ചരിക്കുക. കനത്ത ചൂടിലും ആവേശം ചോരാതെയാണ് നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ചൂടിനെയും വേനൽ മഴയെയും ഒക്കെ വകഞ്ഞു മാറ്റിയുള്ള തെരഞ്ഞെടുപ്പ് ആവേശം കലാശക്കൊട്ടിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തെ അതികഠിനമായ കാലാവസ്ഥ, ഒരു ഉഷ്ണമാണ് എല്ലായിടത്തും അല്ലേ. ഇത്തവണ എന്താകും പോളിംഗ് ശതമാനം എന്നുള്ളത് ആകാംക്ഷ കൂട്ടുന്നത് ഈ വേനൽ ചൂട് കടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ടാണ്. വോട്ടർമാർ എപ്പോഴായിരിക്കും ബൂത്തിലേക്ക് പോവുക? ഞാൻ രാവിലെയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കമന്റ് ചെയ്യാം, നിങ്ങൾ എപ്പോഴാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്? നാളത്തെ സമയം നമ്മൾ ചിലരോട് ചോദിച്ചു, അവരുടെ മറുപടി ഒന്ന് കേൾക്കാം. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. കാലത്തില്ലെങ്കിൽ വൈകിട്ട് ജോലി സമയം അതുകൊണ്ടാ. ഒരു 10 മണിയാകുമ്പോൾ പോകും. നാളെ പോകണം, എറണാകുളം പോകണം. നാളെ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പോയിട്ട് വേണം. നാളെ വോട്ട് കൊടുക്കുമല്ലോ. നമ്മൾ കൊടുക്കാതെ പിന്നെ അവർ കയറി ഇരിക്കണ്ടേ എവിടെയെങ്കിലും? അവരിപ്പോൾ ഓടി നടക്കുകയല്ലേ. വോട്ട് ചെയ്യാൻ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞേ പോകത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കണം, ആരോടും പറയാതെ അവിടെ ചെന്ന് നമ്മൾ കൊടുക്കുക നമുക്കിഷ്ടമുള്ള ആളിന്, ആര് കയറിയിരുന്നാലും. എൻ്റെ കുന്നിക്കോടാണ്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ പോകും. ഉച്ചയ്ക്ക് ഭയങ്കര വെയിലല്ലേ, ഇപ്പോൾ രാവിലെ 9 മണിക്കുമ്പോൾ പോയിട്ട് ഞാൻ വിചാരിച്ചു. വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. രാവിലെ പോകും. അവരെ നൈറ്റ് ഡ്യൂട്ടിയാണ്, രാവിലെ പോയിട്ട് വരും. നാളെ വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് വരുന്ന അതിൽ തന്നെ ആര് അധികാരത്തിലേറും, ആര് നിലവിൽ വരും, ഭരണം നല്ല രീതിയിലാവോ ഇല്ലേ എന്നൊക്കെ ഉള്ള നല്ല ആകാംക്ഷയും പ്രതീക്ഷയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ പൊരിഞ്ഞ പോരാട്ടമാണ് ഒരു പാർട്ടിക്കാരും. വോട്ട് ചെയ്യാൻ രാവിലെ പോകും സാർ. ഏറ്റവും ഫസ്റ്റിന് വോട്ട് എനിക്ക് ചെയ്യണമെന്നുള്ള ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നാളെ വോട്ട് ഞാൻ കരിമത്തിലാണ്, ഇതാണ് ട്രിവാൻഡ്രം. നാളെ രാവിലെ പോകും. രാവിലെ തിരക്ക് കുറവായിരിക്കും, ഉച്ച കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ പോകുന്നുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഉണ്ട് നാളെ. ഒരു ട്രിപ്പ് നെയ്യാറ്റിങ്കര ട്രിവാൻഡ്രം വന്നിട്ട് അടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വോട്ടില്ല, ഞാൻ ആർമിയിലായിരുന്നു, അപ്പോൾ അതിന് കാർഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. നാളെ പോകും. നാളെ ഉച്ചയ്ക്കായിരിക്കും. ഉച്ചയ്ക്കാകുമ്പോൾ ഇച്ചിരി തിരക്ക് കുറവായിരിക്കും. നമ്മളിപ്പോൾ വേളാങ്കണ്ണി പോവുകയാണ്. ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്, അതുകൊണ്ട് പോകണം. നേർച്ചയുണ്ടെന്ന് തോന്നുന്നു. കാലത്തെ പോകും. ഒരു മാറ്റം വരണം, ഈ നമ്മുടെ നാട്ടിലൊരു മാറ്റം വരണം. കുഞ്ഞു കുട്ടിയിട്ട് വലുതായവർക്ക് ഇവിടെ ഒരു ഇതുമില്ല, ഒരു പാതുകാപ്പില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം വരണം. അയ്യോ വോട്ടുണ്ട്, പോകണം. കാലത്ത് ജുമാക്കൽ നിസ്കാരമല്ലേ. നാളെ ബൂത്തിൽ സമയം ടൈമിംഗ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്, ഡ്യൂട്ടി സമയം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അവരുള്ള പോലെ പോകും. രാവിലെ പോകും. ഞാൻ കൊച്ചിയിലെ രാവിലെ പോയാണ്. ഞാൻ പിന്നെ ഇടതുപക്ഷമാണ് നമ്മൾ പോവാറ്. വിഴിഞ്ഞം മറ്റേ കോവളം. അപ്പോൾ രാവിലെ പോകും. നമ്മൾ വോട്ടവകാശം അതില്ലാതാക്കണ്ട. ആര് ജയിക്കുന്നു അത് രണ്ടാമത്തെ കാര്യം. നമ്മൾ വോട്ട് അത് വിനിയോഗിക്കുക, നല്ലൊരു കാര്യത്തിനായിട്ട് വിനിയോഗിക്കുക. ജയിക്കുന്നതും ജയിക്കാത്ത എല്ലാം അവരെ ഇഷ്ടം. അത് വീട്ടിലുള്ളവർ എല്ലാവരും വോട്ടിന് കൊണ്ടുപോകും ചെയ്യും.